പഴയ നിയമത്തിലെ സുന്ദര പുരുഷൻ, കോമളൻ, കുലീനൻ ജോസഫ് പറയുന്ന ഒരു വാക്യമാണ്. ജീവിതത്തിന്റെ നെരിപ്പോടുകളിൽ, വേദനയുടെ അനുഭവങ്ങളിൽ എല്ലാം മറന്നൊരു ചെറിയ മന്ദസ്മിതത്തോടെ കാലത്തെ അഭിമുഖീകരിക്കുന്ന അതികായൻ വിളിച്ചു പറയുന്നു, എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസഫ് തന്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. ഈ രാത്രിയുടെ വചനധ്യാനത്തിന് ഞാൻ തിരഞ്ഞെടുക്കുന്ന ഭാഗം ഇതാണ്. പിറന്നു വീണൊരു കുഞ്ഞിന് ഒരപ്പൻ പേരിട്ട നിമിഷം. പേരിടിയിൽ സന്തോഷത്തിൻ്റെതാണല്ലോ. ചരിത്രത്തിന്റെ വേദപുസ്തകത്തിലെ യുഗപുരുഷൻ ജോസഫ്, മറവിയുടെ മഹാരാജാവ്, ക്ഷമയുടെ കുലപർവം, ഞരമ്പുകളിൽ ഹിംസ കൂടുകൂട്ടിയ വർത്തമാനകാല മനുഷ്യന് ഒരു പാഠശാല ജോസഫ്. അയാൾ തന്റെ മകന് പേരിടുന്നു മനശ്ശെ, അർത്ഥം നീ മറക്കണം. ഒന്നും മറക്കാൻ ആകുന്നതല്ലോ ആ മനുഷ്യന്റെ ഇന്നലകൾ. ജീവിതത്തിന്റെ ബാല്യം മുതൽ അസൂയയുടെ ഇരയായി മാറ്റപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. രക്തബന്ധങ്ങൾ വില പറഞ്ഞ ജീവിതമാണ് ജോസഫിൻ്റെത്. 2 തവണ വിൽക്കപ്പെട്ടയാളാണ്. ഒന്ന്, സ്വന്തം സഹോദരങ്ങളാൽ മിദ്യാന്യ കച്ചവടക്കാർക്ക്. 2, മിദ്യാന്യ കച്ചവടക്കാരിൽ നിന്ന് മിസ്രയീമിൽ പോത്തിഫറിന്. മറ്റൊരുത്തന്റെ ഭാര്യയാൽ അകാരണമായി ചതിക്കപ്പെട്ടവൻ. ഇങ്ങനെ ഒരുപാട് നീളുന്നുണ്ട്. സഹതടവുകാരനാൽ നിഷേധിക്കപ്പെട്ടവൻ. മറ്റുള്ളവരുടെ വിഷാദം തീർക്കാൻ സ്വപ്നങ്ങൾ ചാരുതയോടെ വ്യാഖ്യാനിച്ച സ്വപ്ന വ്യാഖ്യാതാവിന് സ്വപ്നങ്ങൾ നിഷേധിച്ച പഴയകാലം. ജോസഫ് ഒന്നും അങ്ങനെ മറക്കാനാകുന്ന മനുഷ്യനല്ല. എങ്കിലും അദ്ദേഹം ചരിത്രത്തിന്റെ താളുകളിൽ സുഗന്ധലേപനം പൂശി ഉറക്ക വിളിച്ചു പറയുന്നു, എല്ലാം ഇന്നലകൾ എല്ലാം ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് തന്റെ മകന് മനശ്ശെ എന്ന് പേരിട്ടു. ആരാണ് വിശുദ്ധൻ? ജോസഫിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഒരു ചിന്ത പറയട്ടെ. ധർമ്മപദം പറയുക ആരാണ് വിശുദ്ധൻ എന്ന് ചോദിച്ചാൽ, പകയില്ലാതെ പിഴ പൊറുക്കുന്നവൻ, സേനാബലം പോലെ ക്ഷമാശക്തിയുള്ളവൻ, അവനാണ് വിശുദ്ധൻ. ഭാരതത്തിന്റെ ധർമ്മപദം പറയുന്നു, ഹു ഈസ് എ സെയിന്റ്, ഹു ഈസ് ഹോളി. പകയില്ലാതെ പിഴ പൊറുക്കുന്നവൻ, സേനാബലം പോലെ ക്ഷമാശക്തിയുള്ളവൻ. അങ്ങനെയെങ്കിൽ നാം വായിക്കുന്ന തിരുലിഖിതത്തിലെ ഏറ്റവും വിശുദ്ധനായ ഒരു മനുഷ്യനാണ് ജോസഫ്. നാം വിശുദ്ധരെ തിരയുന്നത് ലുത്തിനിയാകളുടെ ഇടയിലും പ്രാർത്ഥനാപ്പായകളുടെ ചുവട്ടിലുമാണ്, പ്രാർത്ഥനാ പുസ്തകങ്ങളുടെ ഇടയിലുമാണ്. പക്ഷേ ജോസഫ് നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്, ജീവിതത്തിൻ്റെയും നിലപാടുകളുടെയും ഇടയിലാണ് ഒരു വിശുദ്ധനെ തിരയേണ്ടത്. ധർമ്മപദം പറയുന്ന വിശുദ്ധൻ എന്ന വ്യാഖ്യാനത്തിന് ജോസഫ് ചേരും. പകയില്ലാതെ പിഴ പൊറുക്കുന്നവൻ. 2, സേനാബലം പോലെ ക്ഷമാശക്തിയുള്ളവൻ. ക്ഷമയുടെ സുഗന്ധമാണ് ജോസഫിന്റെ കുപ്പായത്തിൽ നിന്ന് ഈ കാലം തിരിച്ചറിയേണ്ടത്. ക്ഷമയുടെ അഴകാണ് ആ മനുഷ്യന്റെ വദനത്തിൽ നിന്നും നാം വായിച്ചെടുക്കേണ്ടത്. ഇന്ന് ക്ഷമ നഷ്ടപ്പെട്ട ഒരു കാലമാണ് എനിക്കും നിങ്ങൾക്കും. അക്ഷമയുടെ പര്യായങ്ങളായി മാറിയിരിക്കുന്ന ആധുനിക മനുഷ്യൻ. എന്തിനേറെ പറയുന്നു, ഇപ്പോൾ ഈ ഓൺലൈൻ ചാനലിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് സ്ക്രോൾ ചെയ്യാനുള്ള ഒരക്ഷമയുണ്ട്. അതെന്റെ കുഴപ്പമാകാം. കാഴ്ചയിൽ ക്ഷമ കുറഞ്ഞു. പണ്ട് നമുക്ക് 1970കളിലും 80കളിലും ഒക്കെ ഒരൊറ്റ ചാനലേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അതിനു മുമ്പ് അതുമില്ലായിരുന്നു. പഴയ വാൽവ് റേഡിയോ ഇങ്ങനെ ട്യൂൺ ചെയ്ത് സുഭാഷിതവും വയലും വീടും പ്രാദേശിക വാർത്തകളും കേട്ട പഴയ കാലം പഴമക്കാരൊന്ന് ഓർത്തു നോക്കണം. വാൽവ് റേഡിയോ ട്യൂൺ ചെയ്ത് അതിൽ ഒരു ചെവി കൊടുത്തിട്ട് സ്റ്റേഷൻ പിടിച്ച പഴയ കാലം.
പോയി. പിന്നീട് നമ്മുടെ വീടിന്റെ മുകളിൽ ആന്റിനകൾ വന്നു. ആഴ്ചയിൽ ഒരിക്കലൊരു സിനിമയായിരുന്നു ദൂരദർശനിൽ ഞായറാഴ്ച 4 മണിക്ക്. പിന്നീട് ചുരുക്കം ചില ചെറിയ പ്രോഗ്രാമുകൾ നിലവാരമുള്ളത്. അത് തന്നെ റേഞ്ച് പിടിക്കാൻ പാടാണ്. ചേട്ടനും ചേട്ടത്തിയും കൂടെ ദൂരദർശൻ TV കാണാനിരുന്നാൽ, ചിത്രഗീതം 7:30 കാണാനിരുന്നാൽ ക്ലിയർ ആകുകയല്ല. ഗ്രെയിൻസ് ആയിരുന്നു പഴയ TV-യിൽ. ചേട്ടത്തി ചേട്ടനെ ഓടിച്ച് വീടിന്റെ മണ്ടയ്ക്ക് കയറ്റും. ചേട്ടൻ വീടിന്റെ മുകളിൽ കയറി ആന്റിനയുടെ പൈപ്പ് തിരിക്കുമായിരുന്നു. ഇങ്ങനെ തിരിക്കുമ്പോൾ ചോദിക്കും, ഇപ്പൊ കിട്ടിയോ? അപ്പൊ താഴേന്ന് പറയും, ഇത്തിരി കൂടെ ഒന്ന് ആയിക്കോളൂ, തിരിച്ചോളൂ. അങ്ങനെ തിരിച്ച് ഒരു തരത്തിൽ ദൂരദർശൻ പിടിക്കുമ്പോഴേക്കും ചിത്രഗീതം കഴിഞ്ഞിരുന്നു. ഓവർ ടു ഡൽഹി, ഇനി ഹിന്ദി പരിപാടി. ആർക്കു വേണം? ഇതും പഴയ കാലം. ഇന്ന് നമ്മുടെ മുൻപിലുള്ള നമ്മുടെ സ്ക്രീനുകളിൽ നൂറുകണക്കിന് ചാനലുകൾ. നമ്മുടെ വീട്ടിൽ ഏത് ചാനൽ കാണണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ മക്കളാണ്. ഏത് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ മക്കളാണ്. ഇന്ന് നമ്മൾക്ക് ചാനലുകൾ മാറി മാറി തത്തിക്കളിക്കുന്നു. കാഴ്ചയിൽ ക്ഷമ കുറഞ്ഞു. കേൾവിയിലും അങ്ങനെ തന്നെയാണ്. പഴയകാലം ഒരു ട്രങ്ക് കോള് ബുക്ക് ചെയ്തിട്ട് ഒന്ന് ഫോൺ ചെയ്യാൻ നമ്മുടെ പഴമക്കാര് പെട്ടിരുന്ന പഴയ കാലം. പിന്നീട് നമ്മുടെ കറക്ക് ഫോണുകൾ വന്നപ്പോൾ നമ്പറുകളൊക്കെ കറക്കി ഇങ്ങനെ കാത്തിരുന്ന വീണ്ടും ഒരു പുരോഗതിയുടെ കാലം. പിന്നീട് അതിവേഗം വിരൽത്തുമ്പിലേക്ക് നമ്മുടെ നമ്പറുകൾ ഓടിയെത്തി. നമ്പറുകൾ സേവ് ചെയ്തു. വളരെ വേഗമാണ്. ഇപ്പോൾ നമുക്ക് അക്ഷമയുണ്ട്. ആരെയെങ്കിലും വിളിച്ചാൽ കോവിഡ് പ്രതിരോധത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ കേൾക്കാം. ഇത് തീർന്നിട്ട് വേണം ഒരാളെ കിട്ടാൻ. കേൾവിയിൽ ക്ഷമ കുറഞ്ഞു. കാഴ്ചയിൽ ക്ഷമ കുറഞ്ഞു. എല്ലാത്തിലും ക്ഷമ കുറഞ്ഞു. ഭക്ഷണത്തിൽ ക്ഷമ കുറഞ്ഞു. ഫാസ്റ്റ് ഫുഡും ഇൻസ്റ്റന്റ് ഫുഡും ഒക്കെ കൂടി, അല്ലേ? ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ചിക്കനാണ്, കോഴിയാണ്. പണ്ട് 6 മാസം കൊണ്ടൊരു നാടൻ കോഴി പാകപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് 45 ദിവസം കൊണ്ട് വിളവെടുക്കുന്ന ബ്രോയിലർ കോഴികൾ. കോൺട്രാസെപ്റ്റീവ് ഹോർമോണുകൾ അടിച്ചു കുത്തിക്കയറ്റി അതിനെ പാകം ചെയ്ത് കഴിച്ച് നമ്മുടെ ജീവിതത്തിന് ക്ഷമ കുറഞ്ഞിരിക്കുന്നു. എല്ലാത്തിലും ക്ഷമ കുറഞ്ഞ അക്ഷമയുടെ കാലത്ത് പഴയ നിയമത്തിൽ നിന്ന് ജോസഫ് നമ്മോട് പറയുന്നു, 3 ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഈ രാത്രി നാം അല്പനേരം ധ്യാനിക്കുന്നത് ഈ 3 ചോദ്യങ്ങളാണ്. പഴയ നിയമത്തിലെ സുന്ദര പുരുഷൻ, ക്ഷമയുടെ കുലപർവം, മഹാമേരു, കാലത്തിന്റെ നഭസിൽ ഇരുട്ട് വീണ കാലിക ലോകത്തോട് എന്നോടും താങ്കളോടും ഉയർത്തുന്ന 3 ചോദ്യങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി അല്പനേരം ധ്യാനിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 1, ജോസഫ് നമ്മോട് ചോദിക്കുന്ന, നമ്മുടെ മുൻപിൽ ഉയർത്തുന്ന 1ാമത്തെ ചോദ്യം, നമുക്ക് നമ്മോട് തന്നെ ക്ഷമിക്കാനാകുമോ? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഞാൻ ആവർത്തിക്കട്ടെ, നമുക്ക് നമ്മോട് തന്നെ ക്ഷമിക്കാനാകുമോ? എന്നെ കേൾക്കുന്ന സ്നേഹിത, സ്വയം ശപിക്കുന്ന ജീവിതങ്ങൾ പെരുകി വരുന്നു. ഇതെന്റെ വിധി എന്ന് പറഞ്ഞ് ഫാറ്റലിസത്തിൽ വിശ്വസിക്കുന്ന ആൾരൂപങ്ങൾ പെരുകി വരുന്നു. സ്വയം ശപിക്കുന്ന ജീവിതങ്ങൾ. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് നമ്മോട് ക്ഷമിക്കാനാകുന്നില്ല എന്നുള്ളതാണ്. ഞാനൊരു വേദഭാഗം പറയാം. ഇയ്യോബ്, നീതിമാൻ എന്ന് നാം വിശേഷിപ്പിക്കുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇങ്ങനെയാണ്. അനന്തരം ഇയ്യോബ് വായ തുറന്നു, തന്റെ ജന്മ ദിവസത്തെ ശപിച്ചു. എന്റെ അപ്പൻ തുലഞ്ഞു പോകട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു. എനിക്ക് ജന്മം തന്ന അമ്മ നശിച്ചു പോകട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു. ഇയ്യോബ് സ്വയം ശപിച്ചൊരു ജീവിതമായിരുന്നു ആദ്യകാലത്ത്. 40-ാം അധ്യായം കഴിയുമ്പോൾ കളിമാറും കാര്യം മാറും. പ്രിയപ്പെട്ടവരെ, ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ സ്വയം ശപിച്ച ജീവിതമാണ്. ആവണക്കന്റെ ചുവട്ടിൽ യോന സ്വയം ശപിച്ച ജീവിതമാണ്. ഞാനൊരു വാക്കു പറയാം. ഈ കാലത്തിന്റെ പ്രശ്നം ആന്തരിക സൗഖ്യത്തിന്റെ അഭാവമാണ്. ജോസഫ് പഴയ നിയമത്തിന്റെ സുഗന്ധമൂറുന്ന താളിൽ നിന്ന് നമ്മളോട് വിളിച്ചു ചോദിക്കുന്നു, സ്നേഹിത, നമുക്ക് നമ്മോട് തന്നെ ക്ഷമിക്കാനാകുമോ?
ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ കുഴപ്പം, വർത്തമാനകാല ക്രൈസ്തവന്റെ ഏറ്റവും വലിയ കുഴപ്പം ഗലീല തടാകത്തിന്റെ കുഴപ്പമാണ്. ഞാൻ ആവർത്തിക്കാം, വർത്തമാന ക്രൈസ്തവന്റെ ഏറ്റവും വലിയ കുഴപ്പം ഗലീല തടാകത്തിന്റെ കുഴപ്പമാണ്. എന്താണ് ഗലീല തടാകത്തിന്റെ കുഴപ്പം? ഒരു പടക് നേരം വൈകിയ നേരത്ത് ഗലീല തടാകത്തിന്റെ ഓളപ്പരപ്പുകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. അതിൽ 12 പേർ നിവർന്നിരിക്കുന്നത് നമുക്ക് കാണാം. ദൂരെ നിന്ന് നോക്കിയാൽ 12 പേർ മാത്രം. പടക് ഉലയുന്നു, കാറ്റടിക്കുന്നു, കോള് ഏറി വരുന്നു. വല്ലാതെ പിരിഞ്ഞു മുറുകിയ അന്തരീക്ഷത്തിൽ, ഈ വള്ളം എപ്പോൾ മറിയുമെന്നുള്ളൊരു അന്തരീക്ഷത്തിൽ അവർ നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ നാം വായിക്കുന്നൊരു ഭാഗമുണ്ട്, യേശു അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ആധുനിക ക്രൈസ്തവന്റെ ജീവിതം ഗലീല തടാകത്തിലെ പടക് പോലെയാണ്. കാരണം ക്രിസ്തു ഉണ്ട് മാമോദീസായിൽ, പക്ഷേ സ്ലീപ്പിംഗ് ക്രൈസ്റ്റ് ഈസ് അവർ ക്രൈസിസ്. ഉറങ്ങുന്ന ക്രിസ്തുവാണ് നമ്മുടെ പ്രതിസന്ധി. നമ്മളെ കാണുന്നവർ നമ്മളെ മാത്രമേ കാണുന്നുള്ളൂ, ക്രിസ്തുവിനെ കാണുന്നില്ല. ശരിയാണ്, ആ തടാകത്തിന്റെ തീരത്ത് നിന്ന് നോക്കിയാൽ യേശുവിനെ കാണുന്നില്ല. കാരണം അവിടുന്ന് കിടന്നുറങ്ങുകയാണ്. നാം കരയിൽ നിന്ന് നോക്കിക്കേ, ആ 12 പേർ മാത്രമാണ് അവിടെ ഇരിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങളിൽ, എൻ്റെ ജീവിതത്തിൽ, താങ്കളുടെ ജീവിതത്തിൽ ക്രിസ്തു കാണപ്പെടുന്നില്ല. കാരണം സ്ലീപ്പിംഗ് ക്രൈസ്റ്റ് ഈസ് അവർ ക്രൈസിസ്. ഉറങ്ങുന്ന ക്രിസ്തുവാണ് ഗലീല തടാകത്തിലെ പടകിന്റെ പ്രതിസന്ധി എങ്കിൽ നമ്മുടെ പ്രതിസന്ധിയും അത് തന്നെയാണ്. ഒരു വാചകം കൂടെ ഞാൻ പറയാം. സ്ലീപ്പിംഗ് ക്രൈസ്റ്റ് ഈസ് അവർ ഇന്നർ പോസിബിലിറ്റി. ഉറങ്ങുന്ന ക്രിസ്തുവാണ് നമ്മുടെ ആന്തരിക സാധ്യത. അവിടെ ഉണർന്നാൽ ഈ കാറ്റ് ശാന്തമാകും. നാമമാത്ര ക്രിസ്ത്യാനിത്വം പേറുന്നു ഞാൻ, സ്നേഹിത താങ്കൾ. നമ്മുടെ ജീവിതത്തിൽ യേശു ഉണ്ട്. വലിയ പള്ളിയിലെ അംഗമായിരിക്കാം, വലിയ കുടുംബത്തിൽ പിറന്നിരിക്കാം, മാമോദീസായിൽ നാം കടന്നുപോയിരിക്കാം, വിശുദ്ധ കുർബാന കൊണ്ടിരിക്കാം. പക്ഷേ ഉറങ്ങുന്ന യേശു. ആന്തരിക സൗഖ്യത്തിന്റെ അഭാവം ഈ കാലത്തിന്റെ പ്രതിസന്ധിയാണ്. ജോസഫ് ചോദിക്കുന്നു, എനിക്ക് ആന്തരിക സൗഖ്യം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ജീവിതത്തിൽ വിജയിച്ചത്. ജോസഫ് ഉയർത്തുന്ന ആദ്യ ചോദ്യം, നിനക്ക് നിന്നോട് തന്നെ ക്ഷമിക്കാനാകുമോ? നമുക്ക് ഒന്നും നല്ലതെന്ന് കാണാനാകുന്നില്ല. വേദപുസ്തകത്തിന്റെ ആദ്യ താൾ ഒരു സന്ദേശമാണ്. ദൈവം ഓരോന്നും സൃഷ്ടിച്ചിട്ട് പറയുന്നുണ്ട്, നല്ലത് നല്ലത്. സ്വയം ബ്ലസ് ചെയ്യുന്ന ഒരു അനുഭവം. ഒത്തിരി വായിക്കണമെന്നൊന്നും പറയുന്നില്ല. ബൈബിളിന്റെ ആദ്യ പേജ് മാത്രം വായിക്കൂ. ജീവിതത്തെ സ്വയം തിരിഞ്ഞു നോക്കിയിട്ട് നല്ലത് എന്ന് നമുക്ക് നമ്മോട് തന്നെ പറയാൻ അത്രയങ്ങ് തോന്നാറില്ല. എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി എന്ന് പഴി പറയുന്നവരാണ് നാം. സംഭവിച്ചതെല്ലാം നല്ലത്, സംഭവിക്കുന്നതും നല്ലതിന്, ഇനി സംഭവിക്കാൻ ഇരിക്കുന്നതും നല്ലത് എന്ന് ഭഗവത്ഗീതയുടെ ചില ഓർമ്മപ്പെടുത്തലുകളും മറക്കരുത്. നമുക്ക് നമ്മെ ഒന്നും ബ്ലസ് ചെയ്യാനാകുന്നില്ല. എന്റെ വിധി ഇങ്ങനെയായിപ്പോയി എന്ന് നാം കരയുന്നു. തിരിഞ്ഞു നോക്കി പാടാൻ കഴിയുമോ മധുരിക്കും ഓർമ്മകളെ എന്ന്? തിരിഞ്ഞു നോക്കി പാടാൻ കഴിയുമോ സ്വന്തം ജീവിതത്തോട് മധുരിക്കും ഓർമ്മകളെ എന്ന്? ഇന്ന് അനേക ജീവിതങ്ങൾ ചൂരച്ചെടിയുടെ തണലിലാണ്. ആന്തരിക സൗഖ്യത്തിന്റെ അഭാവം ഞാനും താങ്കളും അനുഭവിക്കുന്നു. ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ ജീവിതത്തിൽ നിന്ന് റിസൈൻ ചെയ്യാൻ ഒരുങ്ങി എന്ന് ഞാൻ പറയുന്നു. റിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? രാജിവെക്കുക എന്നാണ്. എനിക്ക് പറ്റാതെ വരുമ്പോഴാണ് ഞാൻ രാജിവെക്കുക. ഏലിയാവ് റിസൈൻ ചെയ്യാൻ ഒരുങ്ങി. യോന റിസൈൻ ചെയ്യാൻ ഒരുങ്ങി. മരിക്കുന്നത് മതി. പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെടുമ്പോൾ ആ വാക്കിന്റെ ഇടയ്ക്ക് ഒരു വരയിട്ടു. ഏത് വര? റിസൈൻ, RESIGN എന്നുള്ള വാക്കിൽ RE കഴിഞ്ഞ് ഒരു വരയിട്ടപ്പോൾ ആ വാക്ക് നാം വീണ്ടും ഇങ്ങനെ വായിക്കും, റിസൈൻ. ജീവിതം മടുത്തു എന്ന് പറഞ്ഞ്
ആന്തരിക സൗഖ്യമില്ലാതെ അലഞ്ഞ ഏലിയാവിനും യോനയ്ക്കും ദൈവം ജീവിതം വീണ്ടും ഒപ്പുവെക്കുന്ന, റീസൈൻ ചെയ്യുന്ന അനുഭവത്തിലേക്ക്. ഇത് ആൻസൈറ്റി ന്യൂറോസിന്റെ കാലമാണ്, വിഷാദ രോഗത്തിന്റെ കാലമാണ്. മെലങ്കോളിക്കായി മനുഷ്യരുടെ എണ്ണം കൂടുന്നു. ജീവിതത്തിൽ ചിരി കളഞ്ഞുപോയവരുടെ ഇടം. നാം എവിടെ നോക്കുമ്പോഴും സ്കിസോഫ്രീനിയ പോലെ വളരെ പാനിക്കായ വിഷാദ രോഗമല്ലെങ്കിൽ പോലും ചിരിക്കാനാകാത്ത അനേകർ. എന്നെ കേൾക്കുന്ന ചിലരെങ്കിലും ഒന്ന് ഉള്ളു തുറന്ന് ചിരിക്കാൻ കഴിയാത്ത എത്രയോ രാത്രികൾ, എത്രയോ പ്രഭാതങ്ങൾ. എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ PNR എന്നൊരു വാക്കുണ്ട്. PNR എന്ന വാക്കിന്റെ നിർവചനം എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കുന്നതാണ്. പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്നാണ്. പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്ന് പറഞ്ഞാൽ എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ അത് ഉപയോഗിക്കുന്നത്, അതൊരു നിരാശയുടെ പദമാണ്. ഒരു വിമാനം അപകടത്തിൽപ്പെട്ടാൽ, റഡാർ പരിധിയിൽ നിന്ന് അപ്രത്യക്ഷമായാൽ, അതിനൊരു അപകടം സംഭവിച്ചാൽ, അത് അന്വേഷിക്കാവുന്ന തലങ്ങളിലൊക്കെ അന്വേഷിക്കുമ്പോൾ അത് അപ്രത്യക്ഷമാകുന്ന, അവരുടെ സാങ്കേതികതയുടെ പരിധിയിൽ നിന്ന് അത് മറഞ്ഞു പോകുന്ന നിമിഷത്തെ വിളിക്കുന്ന ടേമാണ് PNR, പോയിന്റ് ഓഫ് നോ റിട്ടേൺ. തിരിച്ചു വരാനാകാത്ത വിധം നഷ്ടപ്പെടുന്ന നിമിഷമാണ് PNR എങ്കിൽ ഏലിയാവ് PNR-ലായിരുന്നു, ജോസഫ് PNR-ലായിരുന്നു. പക്ഷേ പൊട്ടക്കിണറ്റിൽ വീണ ജോസഫ് അതിൻ്റെ ഉള്ളിൽ പുതിയൊരു വാതിൽ കണ്ടെത്തി, പറുദീസയുടെ വാതിൽ. ഏലിയാവിന്റെ PNR-ൽ നിന്ന് ദൈവം തിരിച്ചു പിടിക്കുക. മുടിയൻ പുത്രൻ ഒരു PNR-ലായിരുന്നു. ദാനിയേൽ സിംഹക്കുഴിയിൽ ഒരു PNR-ലായിരുന്നു. പക്ഷേ ആന്തരിക സൗഖ്യമുണ്ടായിരുന്ന ദാനിയേൽ, തന്നെ തള്ളിയിട്ട രാജാവ് കരയിൽ പിറ്റേന്ന് നിന്ന് രാവിലെ വന്നിട്ട് ദാനിയേലെ എന്ന് വിളിച്ചപ്പോൾ പോലും രാജാവ് തിരുമനസ്സായിരിക്കട്ടെ എന്ന് പറഞ്ഞ് രാജാവിനെ ബ്ലസ് ചെയ്യുക. കുഴി തള്ളിയിട്ടവനോ ആണെന്ന് ഓർക്കണം. കുഴിയിൽ തന്നെ തലേന്ന് തള്ളിയിട്ടവനെ ബ്ലസ് ചെയ്യുന്ന ഒരു ദാനിയേലുണ്ട്. എന്നിട്ട് പറയുന്നു, എന്റെ ദൈവം വ്യക്തിപരമായി ജീവിതത്തിന്റെ പൊട്ടക്കിണറുകളിൽ വീഴുമ്പോൾ, വ്യക്തിപരമായി ജീവിതത്തിന്റെ സങ്കടക്കടലിൽ വീഴുമ്പോൾ ഒന്ന് ബ്ലസ് ചെയ്യാൻ കഴിയുമോ? എനിക്ക് പാടാണ്. ദാനിയേൽ ശത്രുവിനെ ബ്ലസ് ചെയ്തത് ആന്തരിക സൗഖ്യത്തിലാണ്. ജോസഫ് ഇങ്ങനെയായിരുന്നു. അദ്ദേഹം അനുഭവിച്ച ആന്തരിക സൗഖ്യത്തെക്കുറിച്ച് ബുദ്ധൻ ഉപയോഗിച്ചിരുന്നൊരു വാക്കുണ്ട്. തഥാഥ എന്നാണ് ആ വാക്ക്, രഥത്തിന്റെ തഥാഥ. ആ വാക്കിന്റെ അർത്ഥം, ജീവിതം എങ്ങനെയാണോ അടുത്തേക്ക് വരുന്നത് അങ്ങനെ തന്നെ അതിനെ സ്വീകരിക്കുന്നതിന്റെ പേരാണ് തഥാഥ. ബുദ്ധന്റെ ഒരു പര്യായം കൂടിയാണ് തഥാഗതൻ. ജീവിതം എങ്ങനെയാണോ അടുത്തേക്ക് വരുന്നത് അങ്ങനെ തന്നെ അതിനെ സ്വീകരിക്കുന്ന ആളുടെ പേരാണ് തഥാഗതൻ. ബുദ്ധന്റെ ഒരു പര്യായം കൂടെയാണ് തഥാഗതൻ. മുൻപിൽ ഒരു സാധ്യതയും കാണില്ല, പക്ഷെ എങ്കിലും മുന്നിൽ ഒരു വഴികളും ഇല്ലാതിരിക്കുമ്പോൾ എങ്ങനെ വരുന്നുവോ, എന്മാസ്തു തദസ്തുമേ, എന്തു സംഭവിക്കുന്നുവോ അത് തന്നെ സംഭവിക്കട്ടെ എന്ന് പാട്ടുകാരൻ എഴുതിയിട്ടുണ്ട്, പാട്ടുകാരൻ പാടിയിട്ടുണ്ട്. എന്താണ്? മുന്നിലൊരു ചോടുവയ്പാൻ മാത്രമിട കാണുന്നു ഞാൻ, ആയതു മതിയെനിക്ക് ശേഷമെല്ലാം ദൈവഹിതം. സാധുവിന്റെ വരികളല്ലത്, കവി സൈമൺ അദ്ദേഹത്തിന്റെ വരികളാണ്, മഹാകവി. ആ കാലഘട്ടത്തിൽ ഒരേ ഇണത്തിൽ തന്നെ പലരും പാട്ടെഴുതുന്ന ഒരു പാരമ്പര്യം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്താ പാടിയത്? എന്ത് സംഭവിക്കുന്നുവോ അത് സംഭവിച്ചോട്ടെ, മുന്നിലൊരു ചുവടുവയ്പാൻ മാത്രമിട കാണുന്നു ഞാൻ. ഗോവണി കയറ് കാണാം, അടുത്ത പടി കാണാം, മേളിലത്തെ അറ്റം കണ്ടിട്ടില്ല. ആയതു മതിയെനിക്ക് ശേഷമെല്ലാം ദൈവഹിതം. ഓർക്കണം, ഇത്രയുള്ളൂ, പറയാൻ പാടാണ്. ജീവിതത്തിന്റെ ഇന്നുകളെ ബ്ലസ് ചെയ്തിട്ട് അനുഭവിക്കുന്ന ഒരു ആന്തരിക സൗഖ്യം. ഒരുപാട് ജീവിതങ്ങൾ ഇന്ന് ആന്തരിക സൗഖ്യമില്ലാതെ,
വലിയ മനുഷ്യരൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ആന്തരിക സൗഖ്യമില്ലാതെ പട്ടുപോയി? ചരിത്രത്തിൽ ഒത്തിരി പേരുണ്ട്. വിൻസെന്റ് വാൻ ഗോഗ്, പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന വിഖ്യാത ചിത്രത്തിന്റെ രചയിതാവ്, ചരിത്രത്തിലെ വലിയ ഒരു പെയിന്ററാണ്. പക്ഷെ അദ്ദേഹം അവസാനം ജീവിതം ആത്മഹത്യ ചെയ്യുകയാണ്. ഏണസ്റ്റ് ഹെമിംഗ്വേ, നമ്മുടെ കുട്ടികളൊക്കെ വായിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ എത്രയോ പുസ്തകങ്ങൾ, അതിജീവനത്തിന്റെ എഴുത്തുകാരനെന്ന് അറിയപ്പെട്ടു. ഹെമിംഗ്വേ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. സൗന്ദര്യധാമം എന്നറിയപ്പെടുന്ന ക്ലിയോപാട്ര 39-ാമത്തെ വയസ്സിൽ ഒരു അത്തിപ്പുഴ കുട്ടയിൽ അണലിയെ ഒളിപ്പിച്ച് അതിന്റെ കടിയേറ്റ് മരിക്കുകയാണ്. മാർക്ക് ആന്റണിയും സീസറും ഹിറ്റ്ലറും, ചരിത്രത്തിൽ ഒത്തിരി പേരുണ്ട്. വലിയ മനുഷ്യരെന്ന് നാം വിചാരിച്ചിരുന്നവരൊക്കെ ആന്തരിക സൗഖ്യമില്ലാതെ പാതി വഴിയിൽ ജീവിതം അവസാനിപ്പിച്ചവർ. അതിൽ എഴുത്തുകാരുണ്ട്, ചിത്രകാരുണ്ട്, ലോകം വലിയവരെന്ന് വാഴ്ത്തിപ്പാടുന്നുണ്ട്, വലിയ മനുഷ്യരുണ്ട്, കവികളുണ്ട്. നമ്മുടെ മലയാളത്തിന്റെ പ്രിയ കവി ഇടപ്പള്ളി രാഘവൻ പിള്ള, എനിക്ക് പാട്ടുപാടുവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പാട്ടുപാടുവാൻ ആഗ്രഹമുണ്ട്, എന്നാൽ എൻ്റെ വീണ തകർന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൂമാല അണിഞ്ഞുകൊണ്ട് തൂങ്ങി മരിച്ചു അദ്ദേഹം. ചരിത്രത്തിൽ ഒരു വലിയ മനുഷ്യർ ആന്തരിക സൗഖ്യമില്ലാതെ ജീവിതത്തെ അനുഭവിച്ചു. എന്നാൽ എൻ്റെ യേശു ക്രിസ്തു 33-ാമത്തെ വയസ്സിൽ അദ്ദേഹം അനുഭവിച്ച ആന്തരിക സൗഖ്യത്തിൽ നിന്നാണ് ക്രൂശിൽ പറഞ്ഞത്, നിവൃത്തിയായി, ഇറ്റ്സ് ഫിനിഷ്ഡ്. ജീവിതത്തിന്റെ 33-ൽ നമ്മളിവിടെ 66-ഉം 80-ഉം ഒക്കെ ആയി, കാര്യമായിട്ടൊന്നും തുടങ്ങിയിട്ട് പോലുമില്ല. ഇറ്റ്സ് ഫിനിഷ്ഡ്, നിവൃത്തിയായി. ഓർക്കണം, എനിക്ക് എൻ്റെ ജീവിതത്തെ ബ്ലസ് ചെയ്യാനൊക്കാതെ ഞാൻ ജീവിച്ചിട്ടെന്ത് കാര്യം? നാം അനുഭവിക്കുന്ന ഒത്തിരി രോഗങ്ങൾ, ഏതാണ്ട് 28 കൂട്ടം രോഗങ്ങൾ സൈക്കോസൊമാറ്റിക് ആണെന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ആദിവ്യാധി എന്ന് മലയാളം പറയും, ആയുർവേദം പറയും. മനസ്സിൽ നിന്ന് ശരീരത്തിലേക്ക് ബാധിക്കുന്ന സെർവിക്കൽ സ്പോണ്ടിലോസിസ്, മൈഗ്രെയിൻ, ആർഷസ്, അൾസർ, ചിലതരം ക്യാൻസർ, ഒത്തിരി അലർജി, കുടലിലെ അസുഖങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ. ആദിവ്യാധിയുടെ കാലമാണ്. അതുകൊണ്ട് പലർക്കും പല രോഗങ്ങളായി. രാവിലെ എഴുന്നേക്കാൻ വയ്യ, വലിയ വേദനയാണ്, ഒരു ഭയങ്കര ക്ഷീണമാണ്. പക്ഷെ ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറോട് പരിശോധിച്ചാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ അമ്മച്ചിക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യ. ജീവിതത്തിന്റെ ആന്തരിക സൗഖ്യത്തിന്റെ അഭാവം നമ്മുടെ ജീവിതത്തെ വല്ലാതെ. പരിശുദ്ധ മറിയം കടന്നു പോകുന്ന വാളിന്റെ മുൾമുനകളിൽ, അനുഭവിക്കുന്ന നുഖത്തിന്റെ വേദനകളിൽ, കഠോര വേദനകളുടെ നുഖത്തിൻ കീഴിൽ അമ്മ പറയുന്നത്, എന്റെ ഹൃദയം രക്ഷകനിൽ ആനന്ദിക്കുന്നുവെന്നാണ്. ഇതാണ് ആന്തരിക സൗഖ്യം. ഇതാണ് ആന്തരിക സൗഖ്യം. എല്ലാം നഷ്ടപ്പെടുമ്പോഴും എൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന, എനിക്ക് പാടാണ്, നമുക്ക് കിട്ടുന്നില്ല. 13-ാം സങ്കീർത്തനത്തിന് 6 വാക്യം മാത്രമേ ഉള്ളൂ. എന്നാൽ ആ സങ്കീർത്തനത്തിന്റെ ആദ്യ 2 വാക്യങ്ങളിൽ നമ്മുടെ പ്രിയ പ്രവാചകൻ ദാവീദ് 4 തവണ ചോദിക്കുന്നുണ്ട്, ദൈവമേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? ദൈവമേ നീ എത്രത്തോളം നിന്റെ മുഖം ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും? എത്രത്തോളം. ദാവീദിന്റെ ഒരു ശൈലിയാണ്, സങ്കടം വരുമ്പോ എത്രത്തോളം, സന്തോഷം വരുമ്പോ ഇത്രത്തോളം. ദാവീദ് 2 വാക്യങ്ങളിൽ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്, ദൈവമേ എത്രത്തോളം, എത്രത്തോളം. നിരാശയുടെ പടുകുഴിയിൽ ദാവീദ് വീണുപോയി. ദാവീദ് കടന്നു പോകുന്ന ആ വേദന, നിരാശയുടെ ക്ലൈമാക്സിൽ നിൽക്കുമ്പോൾ വേദപുസ്തക പണ്ഡിതന്മാർ ദാവീദിന്റെ ഈ സങ്കീർത്തനത്തെ വ്യാഖ്യാനിക്കുന്ന പേര് മിഡ് നൈറ്റ് ഓഫ് ദ സോൾ എന്നാണ്. ആത്മാവിന്റെ അർദ്ധരാത്രി, മിഡ് നൈറ്റ് ഓഫ് ദ സോൾ. ആത്മാവിന്റെ അർദ്ധരാത്രിയിൽ കൂടെ കടന്നു പോകുന്ന ജീവിതങ്ങൾ. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഞാനും താങ്കളുമൊക്കെ ആത്മാവിന്റെ അർദ്ധരാത്രിയിൽ കൂടെ കടന്നു പോകുമ്പോ, ഇരുട്ട് ഘനം വയ്ക്കുമ്പോ എത്രത്തോളം ഇതെന്ന് തീരുമെന്ന് ചോദിക്കും. ആന്തരിക സൗഖ്യം അനുഭവിക്കുന്ന ദാവീദ് 4 തവണ എത്രത്തോളം എന്ന് ചോദിച്ചെങ്കിൽ 13-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. പാട്ടുപാടും എന്നുള്ളതൊരു ഫ്യൂച്ചർ ടെൻസ് ആണ്. നാളെയുടെ മധുരം, നാളെയുടെ സന്തോഷം ഇന്നേ രുചിച്ചിട്ട് ദാവീദ് പറയുന്നു. ആന്തരിക സൗഖ്യത്തിന്റെ പുത്തൻ പ്രതിധ്വനികൾ സങ്കീർത്തനങ്ങളിൽ തട്ടിമുഴങ്ങുന്നുണ്ട്, സങ്കീർത്തനത്തിന്റെ താളുകളിൽ തട്ടിത്തെറിക്കുന്നുണ്ട്. ആത്മാവിന്റെ അർദ്ധരാത്രിയിൽ കൂടെ കടന്നു പോകുന്ന സഹോദര, എനിക്കും താങ്കൾക്കും നമ്മളെ തന്നെ ബ്ലസ് ചെയ്യാൻ ഒക്കുമോ?
പഴയ നിയമത്തിലെ ജോസഫ് വിളിച്ചു ചോദിക്കുന്നു, നിനക്ക് നിന്നോട് തന്നെ ക്ഷമിക്കാൻ പറ്റുമോ? എനിക്ക് അങ്ങനെ പറ്റി എന്ന് അദ്ദേഹം പറയുന്നു. മറിയം പറയുന്നു, എനിക്കും അങ്ങനെ പറ്റി. ദാവീദ് പറയുന്നു, എനിക്കും അങ്ങനെ പറ്റി. ജീവിത വഴികളിൽ പണ്ട് വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്ന, അധികം ഉയരമില്ലാത്തൊരു മനുഷ്യൻ ലണ്ടനിലെ ഏറ്റവും പ്രശസ്തമായ ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുക്കൽ ചെന്നു. കൗൺസിലിംഗ് മുറിയിൽ മണിക്കൂറുകൾ നീണ്ട സംസാരത്തിനിടയിൽ തന്റെ തീരാത്ത വേദനകളും സങ്കടങ്ങളും ഈ മനഃശാസ്ത്രജ്ഞനോട് പങ്കുവച്ചു. മനഃശാസ്ത്രജ്ഞൻ ഈ മനുഷ്യന്റെ സങ്കടങ്ങളെല്ലാം കേട്ടു. എല്ലാം കേട്ട് കഴിഞ്ഞ് ഡോക്ടർ ഈ മനുഷ്യനോട് പറഞ്ഞു, അയാളെ വലിയ പരിചയമില്ല, താങ്കൾക്ക് റിലാക്സ് കിട്ടാൻ കുറെ കാര്യങ്ങൾ ഞാൻ പറയാം. അതിലൊന്ന്, ഇവിടെ അടുത്തതൊരു തിയേറ്റർ ഉണ്ട്, ഇവിടെ ചാർലി ചാപ്പിളിന്റെ ഒരു സിനിമ കളിക്കുന്നുണ്ട്, അതൊന്ന് കാണണം, ഒന്ന് കണ്ടു നോക്കൂ, ഒന്ന് ചിരിക്കാൻ പറ്റിയേക്കും. ചാപ്ലിൻ മറുപടി പറഞ്ഞു, അതുകൊണ്ട് കാര്യമില്ല ഡോക്ടർ. അതെന്താണ്? ആ സിനിമ കണ്ടോ? അതുകൊണ്ട് കാര്യമില്ല ഡോക്ടർ, ഞാനാണ് ചാർലി ചാപ്ലിൻ. എന്റെ കുട്ടിക്കാലം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ, ചാപ്ലിന്റെ ആത്മകഥയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നാം പുറത്തു കാണുന്ന പല മനുഷ്യർക്കും വലിയ ആന്തരിക സൗഖ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. ഞാൻ കുറെ വലിയ മനുഷ്യരുടെ വിഷാദത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. പക്ഷേ ചാപ്ലിൻ പിന്നീട് എഴുതുന്നുണ്ട്, അതേ അനുഭവങ്ങൾ തന്നെയാണ് എന്റെ ജീവിതത്തെ നേരിടാൻ എനിക്ക് കരുത്തു പകർന്നു തന്നത്. എന്നെ കേൾക്കുന്ന സ്നേഹിത, ആത്മാവിന്റെ അർദ്ധരാത്രിയിൽ കടന്നു പോകുമ്പോൾ എത്രത്തോളം എന്ന നിരാശയിൽ ഹൃദയത്തോട് കരം വെച്ച് ചോദിക്കുമ്പോൾ, എന്റെ ദൈവം എനിക്ക് നന്മ ചെയ്യും എന്ന് പറയുമോ? നീ നിന്റെ ജീവിതത്തെ ഒന്ന് ബ്ലസ് ചെയ്യുമോ? നിന്റെ ജീവിതത്തോട് നീ ഒന്ന് ബ്ലസ് ചെയ്യുമോ? ജോസഫ് ഉയർത്തുന്ന രണ്ടാമത്തെ ചോദ്യം, പഴയ നിയമത്തിലെ ജോസഫ് പേറ്റുപായിൽ പിഞ്ചുകുഞ്ഞിന് മനശ്ശെ എന്ന് പേരിട്ട് എല്ലാം മറക്കണം എന്റെ ഓമനക്കുഞ്ഞ് എന്ന് വിളിക്കുമ്പോൾ കാലത്തോട് ഉയർത്തുന്ന രണ്ടാമത്തെ ചോദ്യം, പരിസരങ്ങളോട് ക്ഷമിക്കാനാകുമോ? പരിസരങ്ങളോട് ക്ഷമിക്കാനാകുമോ? ഒരു പഴയ സംഭവം ഞാൻ പറയാം, സഭയുടെ ചരിത്രത്തിലുള്ളതാണ്. പരിശുദ്ധ പരിമല തിരുമേനി കൊച്ചുമെത്രാച്ചനായിരുന്ന കാലം, അന്ന് പരിമലയിൽ അദ്ദേഹം താമസിക്കുന്നു. കൂടെ ആ ദിവസങ്ങളിൽ അതിഥിയായി എത്തിയ ഒരു അച്ഛനുണ്ട്, ഒരു കൊച്ചു റമ്പാച്ചൻ, കൊച്ചുപറമ്പിൽ റമ്പാച്ചൻ. പിന്നീട് അദ്ദേഹം കൊച്ചുപറമ്പിൽ കൂറിലോസ്. നാളുകൾ മുമ്പ് വരെ അദ്ദേഹം കോട്ടയത്തായിരുന്നു. പരിമലയിലേക്ക് പുലിക്കോട്ടിൽ മെത്രാപ്പൊലീത്തായുടെ കൽപ്പന പ്രകാരം വന്നിട്ട് അധിക നാളായില്ല. അദ്ദേഹത്തിന്റെ ചില പ്രത്യേകതകൾ കൊണ്ട് അദ്ദേഹം എവിടെ ചെന്നാലും ചിലരൊക്കെ അദ്ദേഹത്തെ കളിയാക്കും, ഇത്തിരി ചെറിയ ചെറിയ തമാശ പരിഹാസമൊക്കെ പറയും. പരിമലയിൽ വന്നപ്പോഴും മാറ്റമില്ല. അവിടെ അന്തേവാസികളെ ചിലരൊക്കെ ചില കൊച്ചു തമാശയൊക്കെ കാണിച്ചു, കൊച്ചു കളിയാക്കലുകളൊക്കെ നടത്തി. ഒരു ദിവസം റമ്പാച്ചന് സഹി കിട്ടു. നേരം ഉച്ചയോടടുക്കുന്നു. അദ്ദേഹം തന്റെ ഭാണ്ഡമെല്ലാം വാരിക്കെട്ടി, തന്റെ തുണി സഞ്ചിയിലെല്ലാം വാരിക്കെട്ടി പരിമല കൊച്ചു തിരുമേനോട് പറഞ്ഞു, ഞാൻ ഇനി ഒരു നിമിഷം പരിമലയിൽ നിൽക്കില്ല, ഞാൻ കോട്ടയത്തിന് തിരിച്ചു പോവാണ്, പുലിക്കോട്ട് തിരുമേനോട് ഞാൻ പറഞ്ഞോളാം. പരിമല തിരുമേനിക്ക് അല്പം പരിഭവമുണ്ടായി. അദ്ദേഹം ഉപദേശിച്ചു നോക്കി, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് റമ്പാച്ച, ഇത്തിരി പരിഹാസവും ഇത്തിരി ദുഷിയും ഒക്കെ കേട്ടേ മതിയാകുള്ളൂ, കേൾക്കുന്ന മട്ടില്ല. പരിമല തിരുമേനി അല്പം കൂടെ രൂക്ഷമായി റമ്പാച്ചനോട് പരിഭവിച്ചു. റമ്പാച്ചൻ തിരികെ മുറിയിലേക്ക് കയറിപ്പോയി. അന്ന് കോട്ടയത്തിന് പോയില്ല. പരിമല തിരുമേനി തന്റെ മുറിയിലേക്കും. നേരം ഉച്ച കഴിഞ്ഞു. പിന്നീട് വൈകുന്നേരം വരെ അവർ തമ്മിൽ കണ്ടില്ല. എവിടെയോ പരിഭവത്തിന്റെ ചില കണികകൾ രണ്ടുപേരുടെയും മനസ്സിലുണ്ട് താനും. നേരം വൈകുന്നേരം, പടിഞ്ഞാറ് അസ്തമയ സൂര്യൻ താണുപോയ വൈകുന്നേരം, പമ്പയുടെ ഓളങ്ങളെ കീറിമുറിച്ചുകൊണ്ടൊരു ചെങ്ങാടം വടക്ക് നിന്ന് വരുന്നുണ്ട്. നിങ്ങളത് കാണണം. അതിൽ തേജോമയനായ ഒരു രൂപം കാണാം. സൂക്ഷിച്ചു നോക്കൂ, അത് മറ്റാരുമല്ല, മലങ്കരയുടെ പുലിക്കോട്ടിൽ തിരുമേനി. അവിചാരിതമായി പരിമല സെമിനാരിയിലേക്ക് വരികയാണ്. വള്ളം പനങ്കാടുകൾ നിറഞ്ഞ
പരിമലക്കടവിലടുത്തു. മഹാപ്രഭാവനായ പുലിക്കോട്ടിൽ തിരുമേനി വള്ളത്തിൽ നിന്നും ഇറങ്ങി പരിമല സെമിനാരിയിലേക്ക് അനുചരന്മാരുമൊത്ത് നടന്നു ചെന്നു. അവിടെ ചെന്നു കാപ്പിയൊക്കെ കുടിച്ചു. സന്ധ്യായാമ പ്രാർത്ഥനയ്ക്ക് മണിയടിക്കുന്നു പരിമല സെമിനാരിയിൽ. തിരുമേനി, പുലിക്കോട്ടിൽ തിരുമേനി കുപ്പായമിട്ടുകൊണ്ട്, കറുത്ത കുപ്പായമിട്ടുകൊണ്ട് പരിമലയുടെ ചാപ്പലിലേക്ക് പോകുന്നു. ഒപ്പം പരിമല കൊച്ചു തിരുമേനിയും കറുത്ത കുപ്പായം ധരിച്ചുകൊണ്ട് ഇതാ ആ പള്ളിയുടെ മുറ്റത്ത്. ഒപ്പം ഉച്ചയ്ക്ക് മുമ്പേ കയറി വാതിലടച്ച കൊച്ചുപറമ്പിൽ റമ്പാച്ചനും അല്പം പരിഭവത്തിന്റെ മുഖഭാവത്തോടെ ഇതാ ആ ചാപ്പലിന്റെ മുറ്റത്തേക്ക്. പുലിക്കോട്ടിൽ തിരുമേനിക്ക് ജ്ഞാനദൃഷ്ടിയിൽ മനസ്സിലായി, ഒരല്പം കുഴപ്പമുണ്ടല്ലോ, കൊച്ചു റമ്പാച്ചനിത്തിരി പരിഭവത്തിലാണല്ലോ. പരിമല തിരുമേനിയും റമ്പാച്ചനും തമ്മിൽ അധികം സംസാരിക്കാതെ അവിടെ നിൽക്കുന്ന 3 പേരും പരിമലയുടെ മുറ്റത്ത്. സംഭവം പിടികിട്ടി പുലിക്കോട്ടിൽ തിരുമേനിക്ക്. തിരുമേനി അസ്തമയ സൂര്യനെ പടിഞ്ഞാറോട്ട് കൈ ചൂണ്ടിക്കൊണ്ട് പുലിക്കോട്ടിലെ മെത്രാപ്പോലീത്ത പരിമല തിരുമേനിയുടെ മുഖത്ത് നോക്കി ചോദിച്ചൊരു ചോദ്യമുണ്ട്. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു, നാളെ കുർബാന ചൊല്ലുന്നുണ്ടോ? സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു, നാളെ കുർബാന ചൊല്ലുന്നുണ്ടോ? ആരും ഒന്നും മിണ്ടിയില്ല. നിമിഷങ്ങൾ എഴിഞ്ഞു നീങ്ങി. പിന്നീട് അവിടെ നടന്നത് പരിമല തിരുമേനിയുടെ കറുത്ത കുപ്പായത്തിൽ കണ്ണുനീരിന്റെ ജലധാര, കൊച്ചുപറമ്പിലെ റമ്പാച്ചന്റെ കുപ്പായത്തിൽ കണ്ണുനീരിന്റെ കണങ്ങൾ, പരസ്പരം ആലിംഗനം ചെയ്ത് നിൽക്കുന്ന 2 രൂപങ്ങൾ. അസ്തമയ സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാള സീമയിൽ തന്റെ കിരണങ്ങൾ ഒളിപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഈ വൈകുന്നേരത്ത് സന്ധ്യാ നമസ്കാരത്തിന് കയറുന്നതിന് മുമ്പ് ആ പള്ളിമുറ്റത്തുണ്ടായൊരു ദൃശ്യമുണ്ട്. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു, നാളെ കുർബാന ചൊല്ലുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ അർത്ഥം സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ചരിത്രത്തിലെ ഒരു വൈകുന്നേരത്തെ ദൃശ്യാവിഷ്കാരമാണ്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ കുപ്പായം മുഴുവൻ കണ്ണീരിൽ കുതിർന്നത്രേ. തിരുമേനി പിന്നീട് ക്ഷമയുടെ പര്യായമായിരുന്നു. മലകൾ ഇളകിലും മഹാജനാനാം മനമിളക എന്നാണ് പറയുക ഭാരതം. മലകൾ ഇളകിയാലും വലിയ മനുഷ്യരുടെ മനസ്സിളകത്തില്ലത്രയും. തിരുമേനിയെ കുറിച്ച് പിന്നീടൊരു സംഭവമുണ്ട്. തിരുമേനിയെ കുറിച്ച് ഓർത്തു പോകുമ്പോൾ ഞാൻ പറയുകയാണ്, തിരുമേനി വലിയ വിപരീതാനുഭവങ്ങൾ വരുമ്പോഴും ക്ഷമയോടെ നിന്നിരുന്നു അത്രേ. പരിമല തിരുമേനി മന്ദസ്മിതങ്ങൾ കൊണ്ട് വിപരീതാനുഭവങ്ങളെ നേരിട്ടു. ഒരു സംഭവമുണ്ട്. ഒരുപക്ഷെ ഞാനത് പറയുന്നതിനേക്കാൾ നമ്മുടെ പഴയ AV സ്കറിയ സാറ് അത് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു വൈകുന്നേരത്ത് പരിമലയിലുണ്ടായൊരു സംഭവമാണ്. പണ്ടൊരു നാളിൽ കൊച്ചു തിരുമേനി, ഒരു പ്രഭാതത്തിലാണ് കേട്ടോ. പണ്ടൊരു നാളിൽ കൊച്ചു തിരുമേനി സുന്ദരമൊരു സുപ്രഭാതത്തിങ്കൽ തെല്ലുനേരമുലാത്താൻ നിരൂപിച്ചു പള്ളിമുറ്റത്തുമെല്ലെ നടക്കയായി. അത് പാട്ടുപോലെ ഞാൻ പാടുമ്പോൾ എൻ്റെ ശ്രോതാക്കൾക്ക് അത് കിട്ടും. രാവിലെ ഒന്നുലാത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്രാതസ്നാനം കഴിഞ്ഞൊരു സുന്ദരി ചാരത്തുള്ള ഭവനത്തിൻ മുറ്റത്ത് പള്ളിമേടയ്ക്ക് അഭിമുഖമായി നിന്നു ഈറൻ വാർമുടി മാടിയൊതുക്കിനാൾ. മനസ്സിലായില്ലേ? എതിർവശത്ത് പള്ളിമേടയ്ക്ക് അഭിമുഖമായി ഒരു സുന്ദരി, അപ്സരസനെ പോലെ ഒരു പെൺകുട്ടി, ലാസ്യഭാവത്തോടെ, ശൃംഗാരഭാവത്തോടെ. തീവ്രവൈരാഗിയാം യുവയോഗിക്ക് നാരിതൻ ഭാവം തീരെ രുചിച്ചില്ല. ആ നിലയിൽ നിന്നൊട്ടൊന്നു മാറുവാൻ ഭൃത്യനെ വിട്ടു യോഗി അറിയിച്ചു. തിരികെ മാറി നിൽക്കോ. അപ്പോൾ ആ ശൃംഗാരക്കാരി കൂടുതൽ ലാസ്യത്തോടെ പനങ്കുല പോലെയുള്ള അവളുടെ മുടിക്കെട്ടഴിച്ചിട്ട് തെല്ലും കൂസാതെ പിന്നെയും തൻ മുമ്പിൽ എന്ന പോൽ നിന്നു മന്ദഹസിക്കയായി. ഒന്നുമൊന്നും പറയാതെ യോഗീന്ദ്രൻ മന്ദമന്ദം നടന്ന കമ്പൂകിന. തിരുമേനി ഒന്നും പറഞ്ഞില്ല. ഒന്നും പറയാതെ
മന്ദമന്ദം പൂകിനാൽ. ആ പാട്ടിത്തിരിയുണ്ട്. ഒരുപക്ഷെ എൻ്റെ ശ്രോതാക്കൾക്ക് ആ വരികൾ കേട്ടപ്പോൾ പിന്നെന്ത് സംഭവിച്ചു എന്നൊരു കൗതുകം കാണും. അക്ഷണം നാരിഞ്ഞെട്ടി വിറച്ചുകൊണ്ടട്ടഹാസം മുഴക്കാൻ തുടങ്ങിനാൾ. ചീകിക്കെട്ടിയ വാർമുടി കൈക്കൊണ്ട് വാരി വാരിച്ചിതറിയെറിഞ്ഞവൾ ഭ്രാന്തിയെ പോലെ. നാട്ടുകാരോടിയെത്തിയ നാരിയെ പെട്ടെന്നെത്തിച്ചു മാമുനി തൻ മുൻപിൽ. ആനദം അശിരസിന്മേലന്നേരം തൂവെള്ളപ്പട്ടു ചൂടിയിരുന്നവൾ. അവൾ തലയിലിങ്ങനെ പട്ടു ചൂടിക്കൊണ്ട്, തുണി ചൂടിക്കൊണ്ട് തിരുമേനിയുടെ മുമ്പിൽ. തിരുമേനി ഒന്നും പറഞ്ഞില്ല. ഇത്തമോദി മഹാമുനി സൗമ്യനായി, ബുദ്ധിമോശമീ മട്ടിലെന്തേ നീ കാട്ടി, കാര്യം നീ ഗ്രഹിച്ചായതിനാലിനി സാരമില്ല പൊയ്ക്കൊള്ളുക സന്തുഷ്ടയാ. എന്നെ കഥ പറയുന്നൊരു പാട്ടിലൂടെ പാടി എന്നുള്ളതേ ഉള്ളൂ. മഹാമുനി സൗമ്യനായി. അവളോട് മാറിപ്പാൻ പറഞ്ഞിട്ട് അവള് പോയില്ല. അവള് കൂടുതൽ ശൃംഗാര ഭാവത്തോടെ പരുമലയുടെ സെമിനാരിക്ക് അഭിമുഖമായി നിന്ന് തെല്ലും കൂസാതെ പിന്നെയും തൻ മുമ്പിൽ അവള് ചിരിക്കുക. ഒന്നും പറയാതെ തിരുമേനി അകത്തേക്ക്. അവസാനം അവളെ കൊണ്ടുവരേണ്ടി വന്നില്ലേ? സാരമില്ല മോളെ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ തമ്പുരാനെ ഓർമ്മ വരികയാണ്. പാപിനി സ്ത്രീയുടെ മുമ്പിലിടുന്ന തമ്പുരാനെ. ജീവിതത്തിന്റെ വിപരീതാനുഭവങ്ങളെ ഇത്രമാത്രം ആന്തരിക സൗഖ്യത്തോടെ പരിസരങ്ങളോട് ഇത്ര ക്ഷമിക്കാൻ പോയ ആ പിതാവ്. ഞാൻ ആ തിരുമേനിയുടെ ചരിത്രം പറയുമ്പോൾ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പരിസരങ്ങളോട് ക്ഷമിക്കാനാകുമോ? ജോസഫ് വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, യാത്ര പോയ രണ്ട് കൂട്ടുകാരുടെ കഥ. രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. വഴിയിൽ വെച്ച് അവർക്കിടയിൽ ഒരു തർക്കം ഉണ്ടായി. പോകുന്ന വഴിയിൽ രണ്ടുപേരും തമ്മിൽ ഒരാൾ മറ്റൊരാളെ തല്ലി. സംഭവിക്കാൻ പാടില്ലാത്തൊരാണ് തല്ലി. അയാൾക്ക് നന്നായി വേദനിച്ചെങ്കിലും തിരിച്ചു തല്ലിയില്ല. പക്ഷേ തല്ലുകൊണ്ടയാൾ അവിടെ കുനിഞ്ഞിരുന്ന കാൽച്ചുവട്ടിലെ മണ്ണിൽ ഇങ്ങനെ എഴുതിയിട്ടു, എന്റെ ചങ്ങാതി എന്നെ വേദനിപ്പിച്ചു എഴുതിയിട്ടു. യാത്ര പിന്നെയും തുടർന്നു. നേരം പിന്നെയും കുറെ പോയി. നേരം സന്ധ്യ മയങ്ങി. പിന്നെ ഒരു പുഴ കടക്കണം. പുഴയിൽ ഇറങ്ങിയപ്പോൾ വഴുതലുള്ള കല്ലിൽ ചവിട്ടി നേരത്തെ തല്ലുകൊണ്ട സ്നേഹിതൻ ഒന്ന് വീഴാൻ പോയി. അപ്പോൾ മുന്നേ തല്ലിയ സ്നേഹിതനല്ലേ, അയാളെ ഇങ്ങനെ താങ്ങിപ്പിടിച്ചു. രണ്ടുപേരും മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു. ഇപ്പോൾ താങ്ങിപ്പിടിക്കപ്പെട്ട മുന്നേ തല്ലുകൊണ്ട സ്നേഹിതൻ അവിടെ കുനിഞ്ഞിരുന്ന തന്റെ ഭാണ്ഡത്തിൽ നിന്ന് ഉളിയും ചുറ്റികയും എടുത്ത പാറയിൽ എഴുതിയിട്ടു, ഇവിടെ വെച്ച് എന്റെ സുഹൃത്ത് എന്നെ താങ്ങി. ഇതൊരു കഥയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? മനുഷ്യൻ നൽകിയ സങ്കടങ്ങൾ മണ്ണിലേ എഴുതാവൂ, എന്നാൽ അവർ നൽകിയ അനുഗ്രഹങ്ങൾ കല്ലിൽ എഴുതണം, ശിലയിൽ എഴുതണം. ജോസഫിനെ ചതിച്ചവരും ഒറ്റുകൊടുത്തവരും വിറ്റവരും ഒരുപാട് സങ്കടങ്ങൾ ആ മനുഷ്യൻ അനുഭവിച്ചൊക്കെ മണ്ണിലാണ് എഴുതിയത്. മണ്ണിൽ എഴുതിയാൽ എന്താണ്? സങ്കടങ്ങൾ മണ്ണിലെഴുതാ, മൗന ദുഃഖങ്ങളെ മണ്ണിലെഴുതാ, അനുഗ്രഹങ്ങൾ കല്ലിലെഴുതാ, മാഞ്ഞിടാതെ കല്ലിലെഴുതാ. ആ കഥ പറയുകയാണ്, സങ്കടങ്ങൾ മണ്ണിലെഴുതാ, മൗന ദുഃഖങ്ങളെ മണ്ണിലെഴുതാ, അനുഗ്രഹങ്ങൾ കല്ലിലെഴുതാ, മാഞ്ഞിടാതെ കല്ലിലെഴുതാ. ജോസഫ് ദുഃഖങ്ങളൊക്കെ മണ്ണിലെഴുതി. മണ്ണിലെഴുതിയാലുള്ള ഗുണം എന്താ? മുറിവുകൾ മാരകമാണെങ്കിലും അതിൻ നോവുകൾ മണ്ണിലെ
എഴുതാവൂ നീ. എത്ര മാരകമാണെങ്കിലും കരയിച്ചവരുണ്ട് പ്രിയപ്പെട്ടവരെ, അപമാനിച്ചവരുണ്ട്, തെറ്റിദ്ധരിച്ചവരുണ്ട്, ആരോ പറഞ്ഞത് കേട്ട് നമ്മോട് ക്രൂരമായി പെരുമാറിയവരുണ്ട്. അനുഭവിക്കുന്ന അതിന്റെ ഇരകളുണ്ട്. തെറ്റിദ്ധാരണയുടെ ബലികുടീരങ്ങളിൽ ഉരുകുന്ന ജീവിതങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടാവും. മുറിവുകൾ മാരകമാണെങ്കിലും അതിൻ നോവുകൾ മണ്ണിലെ എഴുതാവൂ നീ. എന്തിനാണ്? ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കാറ്റുവീശിയാൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ കാറ്റുവീശിയാൽ മണ്ണെഴുത്തു മാഞ്ഞു പോവും. ഓ, പിന്നെ നീ അതോർക്കുകയില്ല. ജോസഫ് പറയുക, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കാറ്റ് വീശിയാൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ കാറ്റ് വീശിയാൽ മണ്ണെഴുത്തു മാഞ്ഞു പോകും. ഓ, പിന്നെ നീ അതോർക്കുകയില്ല. ഒരുപാട് ജീവിതങ്ങൾ ഒരുപാട് പകയിൽ ഇരിക്കുക, ചിലരോടുള്ള വല്ലാത്ത വിദ്വേഷം, ചിലരോടുള്ള വല്ലാത്ത പക. ആ കഥ നമ്മോട് പറയുകയാണ്, അനുഗ്രഹമേറ്റവും ചെറുതാകിലും അതിൻ ഓർമ്മകൾ കല്ലിലെ എഴുതാവൂ നീ. എത്ര ചെറിയ അനുഗ്രഹമാണെങ്കിലും എവിടെ മാത്രമേ എഴുതാവൂ? കല്ലിൽ. സങ്കടങ്ങൾ വൻതിരയായി വന്നു ചേരിലും സർവശക്തൻ സർവശക്തിയും തകർന്നു വീണുപോകിലും കല്ലെഴുത്തു ശക്തി നൽകിടും. ഓ, ആത്മസാക്ഷ്യമായി മാറിടും. എത്ര ശക്തിയായിട്ട് വന്നാലും കല്ലെഴുത്ത് ശക്തി നൽകും. ജോസഫിന്റെ പ്രത്യേകത, ജീവിത പുസ്തകം ശരിയാക്കി. നമ്മളൊക്കെ ജീവിതത്തിന്റെ പുസ്തകം ശരിയാക്കാതെ ജീവന്റെ പുസ്തകം ശരിയാക്കാൻ നടക്കുക. നമ്മളെല്ലാം ജീവിത പുസ്തകം ശരിയാക്കാതെ സഹോദരങ്ങൾ മറന്നൊരു മനുഷ്യനാണ്. കൂടത്തടവറയിൽ കിടന്ന പാനപാത്രവാഹക പ്രമാണി വിഷമിച്ച് കിടക്കുന്നുണ്ടപ്പോ ജോസഫ് ചോദിച്ചു, എന്നാ ചേട്ടാ കുഴപ്പം, എന്താ വിഷമം? അയാൾ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്വപ്നം വ്യാഖ്യാനിക്കാൻ ഒക്കാത്തോണ്ട് വന്ന് കിടക്കുകയാണേ. അപ്പൊ ജോസഫ് സുന്ദരമായി സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തിട്ട് അയാൾ പറഞ്ഞു, താങ്കളെ ഈ തടവറയിൽ നിന്ന് രക്ഷിക്കുമ്പോ തുറന്നു വിടുമ്പോ ഫറവോന്റെ മുന്നിൽ ചെല്ലുമ്പോ എന്റെ കാര്യം ഒന്ന് പറയണേ. പിന്നെ ഏറ്റു എന്ന് പറഞ്ഞിട്ട് പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാ പിന്നെ കൂരായണം എന്ന് പറയണത് പോലെ കൂടെ കിടന്ന പാർട്ടി ജയിലിൽ നിന്ന് ഇറങ്ങി ഫറവോന്റെ മുമ്പിൽ ചെന്നു. അയാൾക്ക് ജോലി തിരിച്ചു കിട്ടി, പക്ഷെ മറ്റേ കാര്യം മാത്രം മറന്നുപോയി. അവരും ജോസഫിനെ മറന്നു. ഒരു പെണ്ണ് ചതിച്ച കഥയുണ്ട് പോത്തിഫറിന്റെ വീട്ടിൽ നിന്ന്. എന്നിട്ടും ആ പെണ്ണിന് ഒന്നും പറ്റിയില്ല. അയാൾ അകത്തു പോയി. ജോസഫ് ജീവിതത്തിൽ മുഴുവൻ മണ്ണിലെഴുതേണ്ട സങ്കടങ്ങളാണ്. അയാളെല്ലാം മറന്നു, ഒറ്റയ്ക്ക് മാറിയിരുന്ന് കരഞ്ഞു. സഹോദരങ്ങളെ കണ്ടപ്പോ അവരുടെ മുമ്പിൽ പൊട്ടിപ്പോകാതിരിപ്പാൻ ആ വേദപുസ്തകത്തിന്റെ താളുകൾ വായിക്കുമ്പോ കണ്ണ് നനയാതെ നമുക്ക് ആ താളുകൾ വായിച്ച് മറിക്കാനൊക്കില്ല. ജോസഫ് മാറി നിന്ന് വിതുമ്പി വിതുമ്പി കരഞ്ഞു. പരിസരങ്ങളോട് ക്ഷമിക്കാനാകുമോ? ജോസഫ് വിളിച്ചു ചോദിക്കുന്നൊരു ചോദ്യമാണ്. നിങ്ങളുടെ കയ്യിലെ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായത്തിൽ നിന്ന് ഇത്തിരി വാസന വരുന്നുണ്ട്. ആ വാസനയുടെ പേരാണ് ക്ഷമയുടെ സുഗന്ധം. എല്ലാവരെയും കളിപ്പിച്ചിട്ടോടിയ യാക്കോബ്, ഏശാവെന്ന് പറയുന്ന സ്വന്തം ചേട്ടൻ 8ന്റെ പണി കൊടുത്തിട്ട് യാക്കോബ് പോയി. ഭാര്യമാര് 2 ആടുമാളുകൾ എണ്ണാനൊക്കുകയില്ല. സമ്പത്തിന്റെ കൂമ്പാരവുമായി ഒരിക്കൽ തിരിച്ചു വരുന്നുണ്ട് യാക്കോബ്. പണ്ട് ചതിക്കപ്പെട്ട ചേട്ടനുണ്ട് ഏശാവ് എതിരെ വരുന്നൊരു സന്ദർഭമുണ്ട് 33-ാം അധ്യായത്തിൽ. യാക്കോബും ഭാര്യമാരും കൊച്ചുങ്ങളും ഒക്കെ പേടിച്ചരണ്ടിരിക്കുകയാണ്. ഏശാവിന്റെ പഴയ പാർട്ടിയല്ല ചേട്ടൻ ഇന്ന് സൈന്യബൽ ആളുകളൊക്കെ കൂടെ ഉണ്ട്. പ്രതികാരം ചെയ്യുമോ എന്റെ ചേട്ടനെന്ന് ഭയപ്പെട്ട് സമ്മാനങ്ങളുമായി കുശാഗ്രബുദ്ധിയായി യാക്കോബ് ഏശാവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഏശാവ് ചോദിക്കുന്നുണ്ട് 33:9, എന്റെ കുഞ്ഞേ, എന്റെ അനിയ, എന്റെ പൊന്നനിയ യാക്കോബേ,
എനിക്ക് വേണ്ടുന്നതുണ്ട്, നിനക്കുള്ളത് നിനക്കിരിക്കട്ടെ. നമുക്ക് ഈ യാക്കോബിനെ കുറിച്ച് മാത്രം പ്രസംഗിക്കാനാണ് ഇഷ്ടം, നമുക്ക് യാക്കോബിനെ കുറിച്ച് മാത്രം പറയാനാണ് ഇഷ്ടം. ഏശാവിന്റെ കാര്യം പറയുന്ന ആ താളിൽ നിന്ന് ഒരിത്തിരി മണം കിട്ടുന്നില്ലേ? എൻ്റെ കുഞ്ഞേ, എൻ്റെ അനിയ, എനിക്കുള്ളതൊക്കെ ഉണ്ട്. ഒരു കോപ്പ പായസത്തിൻ്റെ പേരിൽ ഞാൻ പണ്ട് മാറിയിരുന്ന് കരഞ്ഞ ഒരു വൈകുന്നേരമുണ്ട്. ഒരു പാത്രം ഇറച്ചി മസാലയുടെ ഗന്ധത്തിന് മുമ്പിൽ ഞാൻ തോറ്റുപോയ ഒരു വൈകുന്നേരമുണ്ട്. പക്ഷെ ഇന്ന് എനിക്കെല്ലാം ഉണ്ട് എൻ്റെ മോനെ, എൻ്റെ അനിയ. ആ സ്ഥലത്തിന് ഒരു പേര് വീണിട്ടുണ്ട്, സൂക്കോത്ത. ഉൽപ്പത്തി 33 സൂക്കോത്ത, ക്ഷമയുടെ പറുദീസ. ഇന്ന് വീടുകൾ മത്സരക്കളങ്ങളാണ്, ഒരു വീട്ടിൽ പല ശരികളാണ്, ആരും ആരോടും ക്ഷമിക്കുന്നില്ല. ഒരിക്കൽ ഗംഗാ നദിയുടെ തീരത്ത് നടന്നൊരു സംഭവം. ഗംഗയിലെ സ്നാനം കഴിഞ്ഞ് ഒരു ഭക്തൻ തന്റെ താമസ സ്ഥലത്തേക്ക് മടങ്ങാം. ആദ്യ തവണ കുളിച്ചു കയറിപ്പോയപ്പോ തന്റെ തലയിൽ എന്തോ ഒരു സാധനം വന്നു വീണു. നോക്കിയപ്പോ ചുവന്ന കളറ്, മനസ്സിലായില്ല. മുറുക്കാൻ തുപ്പലാണ്, ആരെയും കാണുന്നില്ല. വീണ്ടും അദ്ദേഹം ഗംഗയിൽ പോയി കുളിച്ചു. വീണ്ടും കയറി വന്നപ്പോ, പഴയ സ്ഥാനത്ത് വന്നപ്പോൾ തലയിൽ എന്തോ വീണതുപോലെ ജലത്തുള്ളികൾ. വീണ്ടും തല തടവി നോക്കിയപ്പോൾ വീണ്ടും ആരോ തുപ്പിയ മുറുക്കാൻ അബദ്ധം പറ്റിയതായിരിക്കാം. ആരെയും കാണുന്നില്ല. അടുത്തൊരു വലിയ കെട്ടിടമുണ്ട്. വീണ്ടും അയാൾ ഗംഗയിൽ പോയി കുളിച്ചു. 3-ാം തവണയും കയറി പഴയ സ്ഥലത്ത് വന്നപ്പോ തലയിൽ വീണ്ടും സാധനം. വീണ്ടും കുളിച്ചു. 4 തവണ, 5 തവണ. 5-ാം തവണയൊക്കെ ആയപ്പോ ഈ ആളെ കണ്ടു. വീണ്ടും തുപ്പി. അയാൾ കണ്ടില്ല, കണ്ടു എന്നുള്ളത്. 6-ാം തവണ, 7-ാം തവണ, 8-ാം തവണ. 8 പ്രാവശ്യം ഈ മനുഷ്യൻ ഗംഗാ നദിയിൽ കുളിച്ചു കയറി വന്നപ്പോ ഈ മേളിലിരുന്ന് തുപ്പിയ മനുഷ്യൻ, അയാൾക്ക് വല്ലാത്തൊരു കുറ്റബോധം. അയാൾ താഴെ വന്നിട്ട് ഈ മനുഷ്യന്റെ മുമ്പിൽ ഇങ്ങനെ കൈകൂപ്പിക്കൊണ്ട് ചോദിച്ചു, താങ്കൾക്ക് എന്നോട് വിരോധമില്ലേ? ഞാൻ 8 തവണ താങ്കളുടെ തലയിൽ മുറുക്കി തുപ്പിയിട്ടും താങ്കൾക്ക് എന്നോട് വിരോധമില്ലേ? തുപ്പ് കൊണ്ടവൻ പറഞ്ഞു, താങ്കളുടെ തുപ്പൽ എൻ്റെ ബ്ലെസ്സിങ് ആണ്. എന്ത്? താങ്കളുടെ തുപ്പൽ എൻ്റെ അനുഗ്രഹമാണ്. കാരണം അതുകൊണ്ട് എനിക്ക് 8 തവണ ഈ പുണ്യനദിയിൽ കുളിക്കാൻ പറ്റി. ഇതൊരു കഥയാണ്. എനിക്ക് എൻ്റെ ഉള്ളിൽ ഹിംസ പെരുകുന്നു. ചെറിയ കാരണം കൊണ്ട് പോലും ആരോടും ക്ഷമിക്കാൻ ഒക്കുന്നില്ല. പണ്ട് ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീക ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. പലതൊന്നും നമ്മുടെ ഈഗോ കണ്ടാ പറ്റാത്ത. ഗ്രീക്ക് ഭാഷയിൽ, വേദപുസ്തകം പുതിയ നിയമം എഴുതപ്പെട്ട ഗ്രീക്ക് ഭാഷയിൽ കോപത്തിന് 2 വാക്കുകളുണ്ട്. ഒന്ന് രുമോസ് എന്ന വാക്കാണ്. രുമോസ് എന്ന വാക്കിന്റെ അർത്ഥം പെട്ടെന്ന് വരും, പെട്ടെന്ന് പോകും. ചില മനുഷ്യരങ്ങനെ ഭയങ്കര ദേഷ്യമാണ്, 5 മിനിറ്റ് കഴിഞ്ഞ ആള് പഞ്ചഭാവാണ്. പക്ഷേ ഗ്രീക്കിൽ കോപത്തിന് മറ്റൊരു വാക്കുണ്ട്, ഓർഗ് എന്നാണ്. ഓർഗ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഓമനിച്ചു വളർത്തുന്ന വാശിയാണ്. ഉമത്തി പോലെ അതിങ്ങനെ നീറിക്കടക്കും, പോകില്ല. ഒരുപാട് മനുഷ്യര് രുമോസ് ഉള്ളവരാണ്. പെട്ടെന്ന് വരും, പെട്ടെന്ന് പോകും, പാവങ്ങളാണ്. ചില മനുഷ്യർ ഓർഗാണ്. വാശി മൂത്തിങ്ങനെ മരിച്ചാലും മറക്കില്ലെന്ന് കരുതി. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമാണ്. ഇറ്റ്സ് ഡിഫറെന്റ് ഇൻ ഡിഗ്രി. രുമോസും ഓർഗും തമ്മിൽ. നാം കൊണ്ടു നടക്കുന്ന പക. നമുക്ക് ക്ഷമയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ശുഭകോന ശുശ്രൂഷ ഓർമ്മ വരും. ശുഭകോന ശുശ്രൂഷയിൽ ഒരു ബോസോ നമ്മുടെ ഈഗോയോടുള്ള ഒരു വെല്ലുവിളിയാണ്. കുറ്റം ചെയ്തോ നിങ്ങു വരട്ടെ സമ്മാന്യൻ ഞങ്ങൾ തമ്മിൽ പിണക്കമാണേ, അവൻ വേണ്ട ഇങ്ങോട്ട് വന്ന് മിണ്ടട്ടെ. കുറ്റം ചെയ്തോൻ ഇങ്ങു വരട്ടെ സമ്മാന്യൻ ഞാൻ,
അങ്ങെത്തിയിടിൽ മാനം കെടുമെന്നോതീടല്ലേ. അങ്ങോട്ട് പോകാൻ നിന്റെ ഈഗോ സമ്മതിക്കത്തില്ല. അവനോട് അങ്ങോട്ട് മിണ്ടാൻ എന്റെ ഈഗോ സമ്മതിക്കത്തില്ല. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒത്തിരി ബന്ധങ്ങൾ ഇങ്ങനെ മുറിഞ്ഞു മാറി കിടക്കുമ്പോ പലരും വിചാരിക്കുന്നത് ഇങ്ങോട്ട് വരട്ടെ, നീ ഒന്ന് മിണ്ടിയാൽ, ഒരു പൂ ചോദിച്ചാൽ പൂക്കാലം തരാൻ 1000 വാക്കുകളുമായി ആ പഴയ ആൾ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടാ. പക്ഷെ നമ്മളോ കുറ്റം ചെയ്തോ നീങ്ങി വരട്ടെ, നമ്മുടെ ഈഗോ സമ്മതിക്കുന്നില്ല. പരിസരങ്ങളോടുള്ള പക. ജോസഫ് ചോദിക്കുന്നു, സഹോദരന്മാരുടെ കഴുത്തിൽ കെട്ടിപ്പിടിക്കുക. അങ്ങോട്ട് പോയി കെട്ടിപ്പിടിക്കുക. അവരല്ലേ തെറ്റിയത്, അവരിങ്ങോട്ട് വരട്ടെ എന്നല്ല. എന്നിട്ട് അവര് പറഞ്ഞു, ഇത്തിരി തെറ്റ് ഞങ്ങളുടെ ഭാഗത്തുണ്ട് എന്റെ പൊന്നനിയ. രൂബേനും ഗാദും ശിമയോനും ഒക്കെ വാവിട്ട് കരയുന്നുണ്ട്. മിണ്ടല്ലേ എന്റെ പൊന്ന ചേട്ടന്മാരെ, നിങ്ങൾ എന്നെ വിറ്റതല്ല എന്ന് പറഞ്ഞ ആ മനുഷ്യന് കരയുക. നിങ്ങൾ എന്നെ വിറ്റതല്ല. ഒരു ചിന്ത കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇന്നൊരുപാട് ശണ്ഠകൾ, ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് സംഘർഷങ്ങൾ. ഇസ്ലാം സഹോദരങ്ങളുടെ ഖബറടക്കത്തിൽ ഒരു ഇസ്ലാം സഹോദരനോ സഹോദരിയോ മരിക്കുമ്പോൾ, കേരളത്തിന്റെ വടക്കൻ ഭാഗത്തത് ഉണ്ടെന്നറിയാം, തെക്കൻ്റെ കാര്യം എനിക്കറിയില്ല, ഞാനത് കേട്ടിട്ടുള്ളതാണ്. മയ്യത്ത് വെള്ള പുതപ്പിച്ച് കിടത്തി അന്തിമോപചാരം അർപ്പിച്ച് ശവമെടുക്കുമ്പോൾ 2 ചോദ്യങ്ങൾ ആ ശവമഞ്ചത്തിന് തലക്കൽ നിന്ന് വിളിച്ചു ചോദിക്കും ആ മരിച്ചു കിടക്കുന്ന ആളിനെ കുറിച്ച്. ഒന്നാമത്തെ ചോദ്യം, ഈ മരിച്ചു കിടക്കണ മനുഷ്യനോട്, ഈ മയ്യത്തിനോട് ആരെങ്കിലും ക്ഷമിക്കാനുണ്ടോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ആർക്കെങ്കിലും ഈ മനുഷ്യൻ കടമുണ്ടോ എന്നാണ്. ഒരു പാഠമാണത്. ഈ മരിച്ചു കിടക്കുന്ന മയ്യത്ത് ആരെങ്കിലും ക്ഷമിക്കാനുണ്ടോ ഈ മനുഷ്യനോട്? അവസാനമായി വിട പറയുകയാണ്, പള്ളിക്കാട്ടിലേക്ക് എടുക്കുകയാണ്. ആരെങ്കിലും ക്ഷമിക്കാനുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, ആർക്കെങ്കിലും കടമുണ്ടോ? മരിച്ചാലും മറക്കില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ നടക്കുകയാണ്. ക്ഷമാബലം അശക്താനാം. അശക്തന് ക്ഷമ എന്ന് പറയുന്നത് ബലമാണ്. ശക്താനാം ഭൂഷണാം ക്ഷമ. ശക്തൻ അലങ്കാരമാണ് ക്ഷമ. ഹിതോപദേശം ഇങ്ങനെ ക്ഷമയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ജോസഫ് വിളിച്ചു ചോദിക്കുന്ന മൂന്നാമതായി, അപ്രിയമായ അനുഭവങ്ങളുടെ പേരിൽ ദൈവത്തോട് ക്ഷമിക്കാൻ പറ്റുമോ? അപ്രിയമായ അനുഭവങ്ങളുടെ പേരിൽ ദൈവത്തോട് ക്ഷമിക്കാനാകുമോ? ജോസഫ് പറയുന്നു, നിങ്ങൾ എന്നെ വിറ്റതല്ല, ദൈവം എന്നെ അയച്ചതാണ്. ജീവിതത്തിന്റെ ഈ പ്രതിസന്ധികളോട് ജോസഫ് പറയുന്നു, എൻ്റെ ദൈവമാണ്. ദൈവത്തോട് ക്ഷമിക്കാത്ത ഒത്തിരി ജീവിതങ്ങൾ. തടവറയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുക. 40-ാം അധ്യായം 8-ാം വാക്യത്തിലുണ്ട്. സ്വപ്ന വ്യാഖ്യാനം അത് ദൈവത്തിന്റെ മഹത്വമാണെന്ന് ജോസഫ് പറയുന്നുണ്ട്. ഇത് ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുന്ന കാലമാണ്. സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്ന ഈ കാലത്തിൽ നമ്മുടെ വാതിലുകൾ അടഞ്ഞപ്പോൾ ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുക. ഗുജറാത്തിൽ കാലങ്ങൾക്ക് മുമ്പ് ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പത്തിൽ വലത് കൈ തോളറ്റം മുതൽ മുറിച്ചു മാറ്റപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്, പൃഥ ദേശായി. കുട്ടിക്കാലത്ത് അവൾ ഒരു ചിത്രകാരിയാകാൻ ആഗ്രഹിച്ച പെൺകുട്ടിയാണ്. അവൾ ചിത്രങ്ങൾ വരച്ചിരുന്നു. പക്ഷെ ഭൂകമ്പത്തിന്റെ ഇരയായി അവളുടെ വലത് കൈ മാറ്റപ്പെട്ടു. എങ്ങനെ ചിത്രം വരയ്ക്കും? പിന്നീട് അവൾ ഇടത് കൈ കൊണ്ട് ചിത്രം വരച്ചു തുടങ്ങി. അവരുടെ ചിത്രങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. വൻ നഗരങ്ങളിൽ അവരുടെ ചിത്രങ്ങൾ പ്രദർശനത്തിന് വെച്ചു. ഒരു കൈ നഷ്ടപ്പെട്ട പൃഥ പിന്നീടൊരിക്കൽ പറഞ്ഞു, ദൈവത്തിന് പ്രിയമുള്ളതിനെ ദൈവം തിരികെ എടുക്കുന്നു. ദൈവത്തിന് എൻ്റെ വലത് കരത്തിനോട് വല്ലാതെ പ്രിയം തോന്നിയിട്ടുണ്ടാകാം. അതുകൊണ്ട് അവിടുന്ന് അതെടുത്തു. അതെടുക്കുമ്പോൾ തന്നെ പല മടങ്ങായി അവിടുന്ന് എനിക്ക് തിരിച്ചു തന്നില്ലേ. ഒരു കൊച്ചു പെൺകുട്ടി പൃഥ, അവൾ പറയുകയാണ്, ദൈവത്തിന് പ്രിയമുള്ളതിനെ ദൈവം തിരഞ്ഞെടുക്കുന്നു, തിരികെ എടുക്കുന്നു. ദൈവത്തിന് എൻ്റെ വലം കൈയോട് പ്രിയം തോന്നിയിട്ടുണ്ടാകാം. തിരിച്ചെടുത്തപ്പോഴും എനിക്ക് പല മടങ്ങായി തന്നില്ലേ. സൗഖ്യമാക്കുന്ന ദൈവത്തെ നമുക്കറിയാം, എന്നാൽ രോഗിയാക്കുന്ന ദൈവത്തെ ഇയ്യോബിനറിയാം. ദൈവത്തോട് ഇയ്യോബ് കലഹിക്കുന്നെങ്കിലും പിന്നീട് അത് മാറി കേട്ടോ. കാഴ്ച തരുന്ന ദൈവത്തെ നമുക്കറിയാം, കാഴ്ച തരാത്ത ദൈവത്തെ പൗലോസ്ലീഹയ്ക്ക് അറിയാം.
നടത്തുന്ന ദൈവത്തെ നമുക്കറിയാം. മുടന്തനാക്കുന്ന ഒരു ദൈവത്തെ യാക്കോബിനറിയാം. മക്കളെ തരുന്ന ദൈവത്തെ നമുക്കറിയാം. മക്കളെ തിരിച്ചെടുക്കുന്ന ഒരു ദൈവത്തെ ദാവീദിനറിയാം. അപ്രിയമായ അനുഭവങ്ങളുടെ പേരിൽ മേൽ പറഞ്ഞവരൊന്നും ദൈവത്തോട് പരിഭവിച്ചവരല്ല. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ആന്റണി ഫ്ലൂ എന്നാണ് പേര്. അദ്ദേഹം ദൈവവിശ്വാസത്തെ തവിടുപൊടിയാക്കിയവനെന്ന പേര് കിട്ടിയ ആളാണ്. ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ ഇടയിൽ ഏറ്റവും വലിയ എയ്തെയിസ്റ്റ്, യുക്തിവാദി. തിയോളജി ആൻഡ് ഫോൾസിഫിക്കേഷൻ, ദൈവശാസ്ത്രവും വ്യാജ നിർമ്മിതിയും എന്ന പുസ്തകം കൊണ്ട് അദ്ദേഹം ഒരുപാട് പേരെ സ്വാധീനിച്ചു. ഒരുപാട് യുക്തിവാദികളുണ്ടായി. അദ്ദേഹം പറഞ്ഞു, there is no God, ദൈവമില്ല, ദൈവത്തെ നിഷേധിച്ചു. കാലങ്ങൾ കഴിഞ്ഞു. 2021 നൂറ്റാണ്ടിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതി, there is a God, ഒരു ദൈവമുണ്ട്. അദ്ദേഹം എഴുതിയ പുതിയ പുസ്തകം ലോകത്തേറ്റവും വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. യുക്തിവാദിയായ മനുഷ്യൻ ദൈവത്തെ രുചിച്ചറിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് വരികയാണ്. എന്റെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, സ്നേഹ സന്ദേശം ശുശ്രൂഷയിലൂടെ ശ്രവിക്കുന്ന പ്രിയ സുഹൃത്തെ, 2020 ദൈവമില്ല, ദൈവം എവിടെയെന്ന് ചോദിക്കുന്നുവെങ്കിൽ അപ്രിയമായ അനുഭവങ്ങളുടെ പേരിൽ ദൈവത്തോട് കലഹിക്കരുതേ. ജോസഫ് ഉയർത്തുന്ന 3 ചോദ്യം. നമ്മെ തന്നെ ബ്ലസ് ചെയ്യാൻ പറ്റുമോ? പരിസരങ്ങളോട് ക്ഷമിക്കാൻ പറ്റുമോ? അപ്രിയമായ അനുഭവങ്ങളുടെ പേരിൽ സ്വർഗത്തിലെ ദൈവത്തോട് ക്ഷമിക്കാൻ പറ്റുമോ? പേറ്റുപായരുടെ പിഞ്ചുകുഞ്ഞിന് പേരിട്ട് തലമുറകൾക്ക് മറവിയുടെ ക്ഷമയുടെ പാഠം പകർന്നു കൊടുത്ത ജോസഫ് ഈ വർത്തമാനകാലത്തിൽ നമുക്കൊരു പാഠമാകട്ടെ, നമുക്കൊരു ജീവിതത്തിൻ്റെ മാർഗമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിൻ്റെ പ്രണാമം.